വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻസിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു 2 hours കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടുണ്ടായ ഒരു ഡൗട്ടാണ്, മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ഡെയിലി ബേസിസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മേക്കപ്പ് സ്മഡ്ജ് ആകാതെ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ആകാതെ എങ്ങനെയാണ് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുക എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് മേക്കപ്പിന് മുകളിലേക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ സ്പ്രേസ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് സൺസ്ക്രീൻ സ്പ്രേസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ നമുക്ക് സൂപ്പർ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതായത് നമുക്ക് ഈസി ടു ക്യാരി ആണ്, ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. സ്പ്രേ ഇതായതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ റീ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു 2 hours ഗ്യാപ്പിൽ ഈ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. നല്ലൊരു ജനറസ് എമൗണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മേക്കപ്പിന് മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഫുൾ ഫേസിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് റീ ആപ്ലിക്കേഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഒന്നും തന്നെ സ്മഡ്ജ് ആവുകയോ അല്ലെങ്കിൽ റിമൂവ് ആവുകയോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ യൂസ് എ പൗഡർ സൺസ്ക്രീൻ. അപ്പോൾ ഈ സ്പ്രേ സൺസ്ക്രീൻ അവൈലബിൾ ആയതുപോലെ തന്നെ ഇപ്പോൾ പല ബ്രാൻഡ്സിൽ നിന്ന് നമുക്ക് പൗഡർ സൺസ്ക്രീൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് മറ്റൊരു രീതി, ഈസി ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ മേക്കപ്പ് സ്മഡ്ജ് ചെയ്യാതെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പൗഡർ സൺസ്ക്രീൻസ് വരുന്നത് ബോട്ടിൽ ഫോമിലായിരിക്കും. അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക, ബ്രഷ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ആ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ആ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഫുൾ ആ ഒരു പൗഡർ ഫോമിലുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷനും ആണ്. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ഒന്നും തന്നെ സ്മഡ്ജ് ആവുകയില്ല. തേർഡ് വേ ഓഫ് റീ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേരുടെ കയ്യിൽ സ്പ്രേ സൺസ്ക്രീൻ അല്ലെങ്കിൽ പൗഡർ സൺസ്ക്രീൻ ഉണ്ടാവാറില്ല. നമ്മുടെ നോർമൽ സൺസ്ക്രീൻ തന്നെ എങ്ങനെ മേക്കപ്പിന് മുകളിലൂടെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കാരണം ഒരുപാട് പേർക്ക് ആ ഒരു സംശയമുണ്ട്. കാരണം ക്രീം ഫോമിലുള്ള ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ഈ ഒരു മേക്കപ്പിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യും, മേക്കപ്പ് എന്തായാലും സ്മഡ്ജ് ആവും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കൂടി കാണിക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സൺസ്ക്രീൻ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫിംഗേഴ്സിലേക്ക് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 3 ഫിംഗേഴ്സിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഞാനിപ്പോൾ ഫേസിൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും റബ്ബ് ചെയ്യാൻ പാടില്ല. റബ്ബ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ സ്പഞ്ച് ഏതെങ്കിലും ഒന്ന് എടുക്കുക. മേക്കപ്പ് സ്പഞ്ച് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ. അതായത് മേക്കപ്പ് സ്പഞ്ച് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ അല്ലാതെ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് സ്പഞ്ചസ് കിട്ടും, വെഡ്ജസ് പോലുള്ളവ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം, അതല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് ആയാലും ഇറ്റ് വിൽ വർക്ക് ബെറ്റർ. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ലൈറ്റായിട്ട് നമ്മളിങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും റബ്ബ് ചെയ്യരുത്. ഇതുപോലെ പാറ്റിംഗ് മോഷനിലേക്ക് ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഹോൾ ഫേസിലേക്ക് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒന്നും തന്നെ സ്മഡ്ജ് ആവുകയില്ല അല്ലെങ്കിൽ സ്മിയർ ആവുകയില്ല. നമ്മുടെ ആ ഒരു മേക്കപ്പ് അതേ പ്ലേസിൽ തന്നെ നിൽക്കുകയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫുൾ ഫേസിലേക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഈ ഒരു ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ആ ഒരു സൺസ്ക്രീൻ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാറ്റിംഗ് മോഷനിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എൻ്റെ ഫിംഗേഴ്സിലൊന്നും തന്നെ ഒട്ടും തന്നെ മേക്കപ്പ് ട്രാൻസ്ഫർ ആയിട്ടില്ല. ഫേസിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫൗണ്ടേഷൻ ഒന്നും തന്നെ റിമൂവ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ റെഗുലർ ഫൗണ്ടേഷൻ നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ മേക്കപ്പിന് മുകളിലേക്ക് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് ആൻഡ് സ്റ്റെപ്സ് ഒക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.